نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له تعالى عن النظير والمثيل والشبيه وأشهد أن محمدا عبده ورسوله أرسله بالهدى بشيرا ونذيرا بين يدي الساعة اللهم صل على محمد وعلى أزواجه وذريته كما صليت على آل إبراهيم وبارك على محمد وعلى أزواجه وذريته كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم إن الله عليم خبير صدق الله العظيم. ആദരണീയരായ സത്യവിശ്വാസികളെ, കരുണാവാരിധിയായ നാഥന്റെ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവും പരമാധികാരിയുമായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്നും വിശുദ്ധ ഖുർആനിൽ നിന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനങ്ങളിൽ നിന്നും യഥാവിധി മനസ്സിലാക്കി അല്ലാഹുവിന്റെ വിധിവിലക്കുകളിൽ തഖ്വയോടുകൂടി നിലകൊള്ളണമെന്ന് ആദ്യം എന്നോടും ശേഷം നിങ്ങളോടും വസിയ്യത്ത് ചെയ്യുകയാണ്, ഗൗരവമായി ഉണർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിന്റെ വിധികൾ ഒത്തു പ്രവർത്തിക്കാൻ, ആ വിഷയത്തിൽ തഖ്വയും ഇഖ്ലാസും മുറുകെ പിടിക്കാൻ കാരുണ്യവാനായ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അത്തരത്തിലുള്ള സുഹൃതവാന്മാരോടൊപ്പം അല്ലാഹു നമ്മളെയും ആക്കി തീർക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ പാപങ്ങളും പിഴവുകളും അബദ്ധങ്ങളും അല്ലാഹു നമുക്ക് പുറത്തു തരികയും ശേഷിക്കുന്ന ജീവിതം അല്ലാഹുവിന്റെ തൃപ്തിയിൽ കഴിഞ്ഞുകൂടാനുള്ള മഹാഭാഗ്യം അവൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകും. സഹോദരങ്ങളെ, അല്ലാഹു നമ്മളോട് ആവശ്യപ്പെടുന്നത് അല്ലാഹുവിന്റെ വിധിവിലക്കുകളെ സമ്പൂർണമായി അംഗീകരിച്ച് അതിനൊത്ത് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താനാണ്. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, വിശുദ്ധ ഖുർആൻ നമ്മളോട് നിർദ്ദേശിക്കുന്ന കൽപ്പനയാണ്. നിങ്ങൾ ഇസ്ലാമിൽ സമ്പൂർണമായി പ്രവേശിക്കുക. സമ്പൂർണമായാണ് ഇസ്ലാമിൽ നമ്മൾ പ്രവേശിക്കേണ്ടത്. കുറച്ച് അള്ളാഹുവിന്റെ തീരുമാനങ്ങൾക്കൊത്തും ബാക്കി നമുക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളനുസരിച്ചുമല്ല പോകേണ്ടത്. അഫതുഅ്മിനൂന ബിബഅദി വതക്ഫുറൂന ബിബഅദി. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ കുറച്ച് വിശ്വസിക്കുകയും കുറച്ച് അവിശ്വസിക്കുകയുമാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? സമ്പൂർണമായി ഇസ്ലാമിൽ പ്രവേശിക്കാതെ അള്ളാഹു പറഞ്ഞത് കുറച്ചൊക്കെ ഞങ്ങൾ അംഗീകരിക്കാം, നിസ്കാരവും നോമ്പൊക്കെ അള്ളാഹ് പറഞ്ഞു അതുപോലെ ചെയ്യാം, പിന്നെ ബാക്കി ഞങ്ങളുടെ
സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക കാര്യങ്ങളൊക്കെ അത് ഞങ്ങളുടെ ഇഷ്ടത്തിന് പോകും എന്നുള്ള നിലക്ക് തുഅ്മിനൂന ബിബഅദിൻ വതക്ഫുറൂന ബിബഅദ്, കുറച്ച് വിശ്വസിക്കുകയും കുറച്ചിലൊക്കെ അവിശ്വസിക്കുകയും ചെയ്യുക എന്നുള്ള രീതിയാണ് നിങ്ങൾക്ക് ഉള്ളത് എന്നൊക്കെ ചോദിക്കുന്നത്. അങ്ങനെയുള്ളൊരു വിശ്വാസമാണെങ്കിൽ ആ വിശ്വാസം അള്ളാഹുവിന് ആവശ്യമില്ല എന്നുള്ളതാണ്. സമ്പൂർണമായി അള്ളാഹുവിന് സമർപ്പിക്കുന്ന ആളുടെ മനസ്സാണ് അള്ളാഹുവിന് ആവശ്യം. അള്ളാഹു നിങ്ങളുടെ മനസ്സിലേക്കാണ് നോക്കുക. അവിടെ സമ്പൂർണമായി അള്ളാഹുവിനെ നിങ്ങളെ അടിമപ്പെടുത്തിയിട്ടുണ്ടോ എന്നതാണ് അള്ളാഹു നിരീക്ഷിക്കുക. നിങ്ങളുടെ ഭൗതിക വ്യവഹാരങ്ങളിൽ എല്ലായിടത്തും നിങ്ങൾ അള്ളാഹുവിന്റെ നിയമത്തെയാണോ ഉൾക്കൊണ്ടിട്ടുള്ളത്, അതിനനുസരിച്ചാണോ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ് അള്ളാഹു നോക്കുക. അതിനാണ് അള്ളാഹു മാർക്കിടുക. റിയാ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പരിചയപ്പെടുത്തുന്നുണ്ട്. ശിർക്കുൽ അസ്ഗർ എന്നാണ് അത് ഹദീസിൽ തന്നെയുള്ള വ്യാഖ്യാനം. ചെറിയ ശിർക്കെന്നാണ്. ലോകമാന്യതയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഈ റിയാ എന്ന് പറഞ്ഞത്. അള്ളാഹ്ക്ക് വേണ്ടി നിയ്യത്ത് ചെയ്ത് നിസ്കരിക്കുന്നു. ഉദാഹരണം പറയാനാണെങ്കിൽ അള്ളാഹ്ക്ക് വേണ്ടി നിയ്യത്ത് ചെയ്ത് നിസ്കരിക്കുന്നു. പിന്നെ അടുത്ത ആരോ വന്ന് നിന്നപ്പോൾ നിസ്കാരം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തി, അയാൾ കൂടെ കാണുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട്. അപ്പൊ നിസ്കാരം എന്നുള്ള ഈ ഒരു കർമ്മത്തിൽ അള്ളാഹുവിന് വേണ്ടി എന്നുള്ള നിയ്യത്തിനോടൊപ്പം തന്നെ മറ്റൊരാളുടെ കാഴ്ചക്കും കൂടെ ഇത് അകപ്പെടുന്നുണ്ടല്ലോ എന്നതുകൊണ്ട് കുറച്ചും കൂടെ ഭംഗിയാക്കലുണ്ടല്ലോ. ഇതിനാണ് റിയാ എന്ന് പറഞ്ഞത്. ഈ റിയായിനെ സംബന്ധിച്ച് ഹദീസിൽ കാണാം, ഇങ്ങനെ കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളുടെ കർമ്മം അള്ളാഹു പരലോകത്ത് ഈ മനുഷ്യന് തന്നെ തിരിച്ചു കൊടുക്കുമെന്നാണ്. പങ്കുകാരന്റെ പങ്ക് എനിക്ക് ആവശ്യമില്ല എന്നുള്ള പറയാം. എന്ന് പറഞ്ഞാൽ ഇത് സമ്പൂർണമായി എനിക്ക് നല്ല നിസ്കാരമായിരുന്നെങ്കിൽ ഞാൻ സ്വീകരിക്കുള്ളൂ. ഇതിനകത്ത് കുറച്ച് നിന്നെ നോക്കിയ അയാൾക്ക് വെച്ചില്ലേ, അങ്ങോട്ട് പോയിക്കോ, എനിക്ക് നമസ്കാരം വേണ്ടെന്നാണ്. അപ്പൊ കേവലം ഒരു നിസ്കാരം നമ്മൾ ഉദാഹരിക്കാനാണെങ്കിൽ ജീവിതത്തിന്റെ ബാക്കിയുള്ള എല്ലാ സംഗതികളും അള്ളാഹുവിന് സമർപ്പിക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിന് നമ്മളുടെ നിസ്കാരത്തിന്റെ ആവശ്യമില്ല, ഒരു കർമ്മത്തിന്റെ ആവശ്യമില്ല. നമ്മളുടെ ഈമാനിന്റെ ആവശ്യം, വിശ്വാസ പ്രഖ്യാപനത്തിന്റെ ആവശ്യമുള്ള. ഞാനീ പറഞ്ഞു വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇസ്ലാം മനസ്സിലാകണമെങ്കിൽ ജാഹിലിയത്ത് മനസ്സിലാക്കണമെന്നുള്ളതാണ്. ജാഹിലിയത്ത് മനസ്സിലാകാത്ത ഒരാൾക്ക് ഇസ്ലാം മനസ്സിലാക്കാൻ കഴിയും. ഏത് സംഗതിയുടെയും വിപരീത ഭാഗം പരിചയപ്പെടുത്തുമ്പോഴാണല്ലോ അതിന്റെ ശരിയായ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങൾ രണ്ട് ഭീഷണികൾക്ക് നടുവിലാണുള്ളത്. ഒരു ഭീഷണി നമുക്കൊക്കെ അറിയാം, അധികാരമുള്ള ഹിന്ദുത്വ ഫാഷിസത്തിന്റെ ഭീഷണിയാണ്. അത് നമ്മുടെ പ്രത്യക്ഷ ശത്രുവാണ്. രണ്ടാമത്തൊരു ഭീഷണി നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൽ ഇടപെടുന്ന സാംസ്കാരിക ഫാഷിസത്തിന്റെ ഭീഷണിയാണ്. ഈ സാംസ്കാരിക ഫാഷിസത്തിന് ആധുനിക ലോകം പറയുന്ന പേര് ലിബറലിസം എന്നാണ്. എന്താണ് ലിബറലിസം എന്നുള്ളത് പലപ്പോഴും ആളുകൾ ചോദിക്കും. ലിബറലിസം എന്താ സാധനം? ഇതൊരു പുതിയ ഇസമാണോ? പുതിയ ഇസമല്ല, ലോകത്ത് പണ്ടേ ഉള്ള ഒരു ഇസമാണ് ലിബറലിസം എന്നുള്ളത്. ലിബറലിസം സമൂഹത്തിലെ വലിപ്പ ചെറുപ്പ വ്യത്യാസമില്ലാതെ, ആണ് പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഇത് പിടികൂടുന്നുണ്ട്. നേരെ പറയാനാണെങ്കിൽ മതത്തിന്റെയും സമൂഹത്തിന്റെയും നിയന്ത്രണത്തിൽ നിന്ന് വ്യക്തിയെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ലിബറലിസം അർത്ഥമാക്കുന്നത്. സ്റ്റേറ്റ് വ്യക്തിയുടെ അവകാശങ്ങൾക്ക് സംരക്ഷണം നൽകാൻ വേണ്ടി നിലകൊള്ളണം എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ നല്ല രസമാണ്. സ്റ്റേറ്റ് വ്യക്തിയുടെ അവകാശങ്ങൾക്ക് വേണ്ടി അല്ലാതെ പിന്നെ ആരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് നിലകൊള്ളുക? മനുഷ്യൻ സ്വതന്ത്രനാണല്ലോ. അപ്പൊ സ്വാതന്ത്ര്യം മനുഷ്യന് അനുഭവിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുക ഇതരം മനോഹരമായ വർണ്ണക്കടലാസിൽ പൊതിഞ്ഞൊരു വിഷമാണ്. കേൾക്കുമ്പോൾ നമുക്ക് അപാകതയും തോന്നി. ലിബറലിസത്തെ അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് പരിചയപ്പെടുത്താതെ നമുക്ക് എന്തായി ഈ ജാഹിലിയത്ത് എന്താണെന്ന് മനസ്സിലാവില്ല. ഈ ജാഹിലിയത്ത് തിരിഞ്ഞാലേ ഇസ്ലാം എന്താന്ന് മനസ്സിലാവുള്ളൂ. ലോകത്ത് 3 തരം ലിബറലിസമാണുള്ളത്. ഒന്ന് സാമ്പത്തിക മേഖലയിലെ ലിബറലിസമാണ്. എന്ന് പറഞ്ഞാൽ ആർക്കും എങ്ങനെയും പണം സമ്പാദിക്കാനുള്ള അവകാശം. അതിനാണ് മുതലാളിത്തം, ക്ലാസിക്കൽ എക്കണോമി എന്ന് നമ്മൾ പറയുക. മുതലാളിത്തം പടിഞ്ഞാറൻ ലോകത്താണ് മുതലാളിത്തം ഉള്ളത്. സാമ്പത്തിക സംവിധാനത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഇസ്ലാമിന്റെ ഒരു സാമ്പത്തിക തിയറിയുണ്ട്, പടിഞ്ഞാറിനൊരു സാമ്പത്തിക തിയറിയുണ്ട്, കമ്മ്യൂണിസത്തിന് മറ്റൊരു സാമ്പത്തിക തിയറിയുണ്ട്. ഓരോ ഇസങ്ങൾക്കും അവരുടേതായ സാമ്പത്തിക രീതികളുണ്ട്. പടിഞ്ഞാറിന്റെ സാമ്പത്തിക തത്വശാസ്ത്രമാണ് സാമ്പത്തിക രംഗത്തുള്ള ലിബറലിസമായ ക്ലാസിക്കൽ എക്കണോമി.
അത് ചർച്ചയ്ക്ക് ഉദ്ദേശിക്കുന്നില്ല, അത് മറ്റൊരു കലാപമാണ്. രണ്ടാമത്തെ ലിബറലിസം രാഷ്ട്രീയത്തിലുള്ള ലിബറലിസമാണ്. രാഷ്ട്രീയത്തിലുള്ള ലിബറലിസമാണ് സെക്യുലർ ഡെമോക്രസി എന്ന് പറഞ്ഞ ഇന്ത്യ രാജ്യമടക്കം കൈയാളുന്ന ഭരണ സംവിധാനത്തിലുള്ള ലിബറലിസം. അത് നമുക്ക് ചർച്ചക്കെടുക്കേണ്ട ആവശ്യമില്ല. അതിന് അതിൻ്റെതായ ചില ഗുണങ്ങളുണ്ട്. ഇസ്ലാം മുമ്പോട്ട് വെക്കുന്ന രാഷ്ട്രീയ സംഗതിയോട് തുല്യമാകില്ല എങ്കിലും തൽക്കാലം അത് നമ്മളുടെ വിഷയമല്ലേ. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന സാംസ്കാരിക ലിബറലിസത്തെ കുറിച്ചിട്ടാണ്. ഈ സാംസ്കാരിക ലിബറലിസമാണ് പൊതുവെ ലിബറലിസം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കും. ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഈ സാംസ്കാരിക ലിബറലിസം എങ്ങനെയാണ് കടന്നു വരിക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ഞാൻ ആദ്യം പറഞ്ഞു വെച്ച ചില ഉപചാര വാക്കുകളിലൂടെ, ചില ഭംഗി പ്രയോഗങ്ങളിലൂടെ, പ്രത്യക്ഷത്തിൽ കുഴപ്പമുണ്ട് എന്ന് നമുക്ക് തോന്നാത്ത തരത്തിലുള്ള പദപ്രയോഗങ്ങളിലൂടെയും അവതരണത്തിലൂടെയുമാണ് ഇത് നമ്മളുടെ ജീവിതത്തിൽ കടന്നു വരിക. ഇത് ക്യാമ്പസുകളിലേക്ക് എത്തിക്കഴിയുമ്പോൾ അത് ലഹരിയാണ് അതിന്റെ ഒരു ഭാഗം. ആർക്കും എപ്പോഴും എവിടെയും ലഹരി ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം. പ്രണയമാണ് അതിന്റെ മറ്റൊരു ഭാഗം. ആർക്കും ആരെയും എപ്പോഴും പ്രണയിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുക. മൈ ബോഡീസ്, എന്റെ ശരീരം എന്റെ ഇഷ്ടം, മൈ ചോയ്സ്. എന്റെ ബോഡി എന്റെ ഇഷ്ടം, എന്റെ ബോഡി ആർക്ക് സമർപ്പിക്കണം എന്നുള്ളത് എന്റെ ഇഷ്ടമാണ്. കേൾക്കാൻ നല്ല രസമാണ്. അപ്പൊ അതിപ്പോ ആണായാലും പെണ്ണായാലും അവരുടെ ഇപ്പോഴത്തെ രീതി ഇതാണ്. എന്റെ ബോഡി എന്റെ അവകാശമാണ്, ഞാൻ ആർക്കത് സമർപ്പിക്കണമെന്നോ സമർപ്പിക്കണ്ടെന്നോ ഞാൻ തീരുമാനിക്കും. ഞാൻ ആരെ പ്രണയിക്കണം എന്നുള്ളത് അതെന്റെ ഇഷ്ടമാണ്. ഇത് പൊതുവെ നമ്മുടെ ക്യാമ്പസുകളില്, പൊതുനിരത്തുകളില് ഇതിന് വലിയ വേരോട്ടം കിട്ടുന്നുണ്ട്. ആൺ പെൺ കൂടി ചേരലുകളെ സംബന്ധിച്ച്, കലരുകളെ സംബന്ധിച്ച് മുമ്പൊക്കെ നമ്മുടെ നാട്ടിൽ അത്തരം മറകൾ ഉണ്ടായിരുന്നു. ഇത്തരം മറകളൊക്കെ പൊളിച്ചെഴുതി ഇന്നെല്ലാവരും കൂടിക്കലർന്ന് ഒരുമിച്ച് കഴിയുന്ന ഒരു പ്രത്യേക സംവിധാനമാണുള്ളത്. നമ്മുടെ കാഴ്ച, നമ്മുടെ കേൾവി, നമ്മുടെ സംസാരം, നമ്മുടെ വസ്ത്രം, നമ്മുടെ സൗന്ദര്യം, ജീവിതത്തിന്റെ സൗകര്യങ്ങൾ, ഇങ്ങനെ മനുഷ്യ ജീവിതം ബന്ധപ്പെട്ട് നിൽക്കുന്നതിന്റെ സാമൂഹികമായ മുഴുവൻ സംഗതികളിലും ലിബറലിസം കടന്നു വരികയാണ്. എന്റെ ഇഷ്ടം ഞാൻ അവിടെ നടപ്പിലാക്കുമെന്നുള്ളതാണ്. അത് മറ്റൊരാളുടെ അസ്വാരസ്യത്തെ, അയാൾക്കുണ്ടാകുന്ന ഇടങ്ങേറിനെ അവിടെ പരിഗണിക്കേണ്ടതില്ല എന്നുള്ളതാണ്. ചുരുക്കത്തിൽ ഇത് മുഖേന തകർന്നു പോകുന്നത് കുടുംബം എന്ന സംവിധാനമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ച എന്റെ ശരീരം ആർക്ക് സമർപ്പിക്കണമെന്നുള്ളത് കല്യാണം കഴിച്ചു കഴിഞ്ഞ ഇണകളുടെ വിഷയത്തിലാകുമ്പോൾ ഭാര്യ ഇങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ എന്റെ ശരീരം എനിക്കിഷ്ടപ്പെടുന്ന ആർക്ക് ഞാൻ സമർപ്പിക്കാമെന്ന് കഴിഞ്ഞാൽ പിന്നെ കുടുംബജീവിതം താറുമാറായില്ലേ ഇവിടെ. ഇത് ഭർത്താവാ നിലക്ക് വേലി ചാടാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അപ്പോഴും അവിടെ പ്രശ്നങ്ങളുണ്ടാവില്ല. അപ്പൊ ഇസ്ലാം എന്ന് മാത്രമല്ല, ലോകത്ത് ധാർമ്മികത ആഗ്രഹിക്കുന്ന ഏത് മതവും ഈ ലിബറലിസത്തിന്റെ എതിരാണ്. അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ധാർമ്മികതയുടെ അതിരടയാളങ്ങൾ എവിടെ തീരുന്നു അവിടെ നിന്നാണ് യഥാർത്ഥത്തില് ലിബറലിസം തുടങ്ങി വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്ലാം ഒരിക്കലും ഈ ലിബറലിസത്തിന് അംഗീകാരം കൊടുക്കാൻ കഴിയില്ല. ലിബറലിസം എന്നുള്ള നമ്മുടെ മുമ്പിൽ ഒരു ഇസമായിട്ട് കൊടിയും കെട്ടി നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നില്ല എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. മറിച്ച് അത് മറ്റു ചില പ്രസ്ഥാനങ്ങളുടെ, രാഷ്ട്രീയമായ മറ്റു ചില പ്രസ്ഥാനങ്ങളുടെ, ക്യാമ്പസുകളടക്കം വലിയ ആൾ സ്വാധീനവും അംഗീകാരവുമുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ മറ പിടിച്ചിട്ടാണ് ലിബറലിസം നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെയുള്ള പറച്ചിലുകൾ പലപ്പോഴും അത്തരം ആളുകൾക്കെതിരെയുള്ള, സംഘടനകൾക്കെതിരെയുള്ള പറച്ചിലായി വ്യാഖ്യാനിക്കപ്പെടുമെന്നത് ശരിയാണ്, ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇരുതോണിയിൽ കാലുവെക്കുക എന്നുള്ളത് അള്ളാഹു അംഗീകരിക്കുന്നില്ല. അതിനുള്ള ആയത്താണ് ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചത്. ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, ഇസ്ലാമിൽ നിങ്ങൾ സമ്പൂർണമായിട്ടാണ് പ്രവേശിക്കേണ്ടത്. അഫതുമിനൂന ബിബഅദിൻ വതക്ഫുറൂന ബിബഅദ്, നിങ്ങൾ ചിലത് വിശ്വസിക്കുകയും എന്ന് പറഞ്ഞാൽ നിസ്കാരം, നോമ്പ്, സക്കാത്ത് പോലുള്ള കാര്യങ്ങൾ മാത്രം അല്ല പറയുന്നത് കേൾക്കാം. ബാക്കി ഞങ്ങളുടെ പ്രണയവും ഞങ്ങളുടെ ലഹരിയും ഞങ്ങളുടെ വസ്ത്രവും ഞങ്ങളുടെ ആൺ പെൺ ഇടങ്ങളിലെ കലരലുകളും ഞങ്ങളുടെ ജീവിതവും ഞങ്ങളുടെ വസ്ത്രവും ഒക്കെ ഞങ്ങൾ തീരുമാനിക്കും എന്നൊരു ഇടപാടാണ് എടുക്കുന്നതെങ്കിൽ അള്ളാഹ്ക്ക് പിന്നെ അവന്റെ വിശ്വാസത്തെ ആവശ്യമില്ല എന്നുള്ളതാണ്. അവൻ പാതി ഇസ്ലാമിൽ നിന്നിട്ട് കാര്യമില്ല. അതിനേക്കാൾ നല്ലത് നിലപാട് വ്യക്തമാക്കി സമ്പൂർണ്ണമായിട്ട് പുറത്തേക്ക് പോകുക എന്നുള്ളതാണ്. കാരണം മുനാഫിക്കുകൾ ഒരിക്കലും സമൂഹത്തിന് ആവശ്യമില്ല. ഉഹദ് യുദ്ധത്തില് അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കൽ നിന്ന് മുനാഫിക്കുകൾ റസൂൽ ഇങ്ങനെ ഒഴിവാക്കി പോകുന്നുണ്ടല്ലോ. പിന്നീട് യുദ്ധരംഗത്തും അത് കാണുന്നുണ്ട്. പ്രകടമാവുക എന്നുള്ളതാണ്. വിശ്വാസവും അവിശ്വാസവും അവിടെ വേർതിരിയട്ടെ.
മുസ്ലിമീങ്ങളും അല്ലാത്തവരും തമ്മിൽ മാറി നിൽക്കട്ടെ. മുസ്ലിം സമൂഹത്തിനകത്ത് നിന്ന് പുഴുക്കുത്തുണ്ടാകുന്ന ഇത്തരം ആളുകളുടെ പ്രവർത്തനം ഒരിക്കലും ഇസ്ലാം ആഗ്രഹിക്കുന്നില്ല. ഞാൻ ലിബറലിസത്തിലേക്ക് വരാം. ആദ്യമായി വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ ഒരു പരിധിയുണ്ട്. വ്യക്തി സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ലിബറലിസത്തിന്റെ കാഴ്ചപ്പാട് അനിയന്ത്രിത വ്യക്തി സ്വാതന്ത്ര്യമാകാമെന്നാണ്. വ്യക്തിക്ക് ഇഷ്ടമുള്ള എന്തും ചെയ്യാം. പക്ഷെ ഇസ്ലാം അത് അംഗീകരിക്കുന്നില്ല. ഇസ്ലാം പറയുന്നത് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾക്കകത്ത് നിന്ന്, അള്ളാഹു മനുഷ്യന്റെ ജീവിതത്തിന് ഇട്ട് തന്ന അതിരടയാളങ്ങൾക്കുള്ളിൽ നിന്ന് വേണം മനുഷ്യന്റെ സ്വാതന്ത്ര്യം. ഇന്ത്യൻ ഭരണഘടനയിൽ പോലും ഒരാളുടെ സ്വാതന്ത്ര്യം എവിടം വരെ ഉണ്ടെന്ന് വെച്ചാൽ അവരന്റെ മൂക്ക് വരെയാണ് ആ സ്വാതന്ത്ര്യം. എന്റെ കൈക്ക് എത്ര നീളമുണ്ടോ അത്രയും കൈ നീട്ടാൻ കഴിയില്ല. എന്റെ കൈക്ക് നീളമുള്ളത്രയും ഞാൻ എന്റെ കൈ നീട്ടു എന്ന് പറഞ്ഞാൽ എന്റെ കൈ നീളുന്ന അകലത്തൊരാളുണ്ടെങ്കിൽ അയാളുടെ ദേഹത്ത് സ്പർശിക്കാൻ പറ്റില്ല. അത്രേ സ്വാതന്ത്ര്യമുള്ളൂ. സ്വാതന്ത്ര്യത്തിന് വിലങ്ങുകൾ ഉണ്ടെന്നർത്ഥം. സ്വാതന്ത്ര്യം എപ്പോഴും ആസ്വദിക്കാനും തന്റെ ഇഷ്ടമനുസരിച്ച് വിനിയോഗിക്കാനുമുള്ളതല്ല. പക്ഷെ ലിബറലിസത്തിന്റെ കാഴ്ചപ്പാട് എന്റെ സ്വാതന്ത്ര്യം ഞാൻ എവിടെയും എന്റെ ഇഷ്ടമനുസരിച്ച് ചെയ്യും, അവിടെ വ്യക്തിക്കോ സമൂഹത്തിലോ എന്തെങ്കിലും പ്രശ്നമുണ്ടാകാന്നുള്ളത് അവർക്ക് പ്രശ്നമല്ല. കൺസെന്റ് ഉണ്ടായാൽ മതി എന്നല്ല. അപ്പോ ലൈംഗിക ജീവിതത്തെ കുറിച്ച് പോലും പറയുന്നത് മറ്റൊരാൾക്ക് അത് സമ്മതമാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. പക്ഷെ ഇസ്ലാം അത്തരത്തിലുള്ള കുത്തഴിഞ്ഞ പ്രവർത്തനങ്ങൾ അംഗീകരിക്കുന്നില്ല. വ്യക്തിയും സമൂഹം തമ്മിൽ ഒരു ശക്തമായ ബന്ധം നിലനിൽക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ച് വ്യക്തി സ്വാതന്ത്ര്യത്തെക്കാൾ സാമൂഹിക സ്വാതന്ത്ര്യത്തിനാണ് ഊന്നൽ കൊടുക്കേണ്ടത്. എന്റെ സ്വാതന്ത്ര്യം ഒരു സമൂഹത്തിന്റെ അസ്വാതന്ത്ര്യത്തിന് നിമിത്തമാകുന്നുണ്ടെങ്കിൽ ഇസ്ലാമിക രീതി അനുസരിച്ച്, ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ച് അവിടെ എന്റെ സ്വാതന്ത്ര്യത്തിനല്ല മുഖ്യം കൊടുക്കേണ്ടത്, മറ്റ് സമൂഹത്തിന്റെ സ്വാതന്ത്ര്യത്തിനാണ്. ഒരു വലിയ മല ഒരാൾ വാങ്ങി, ആ മലയുടെ മുകളില് കുറെ ലോഡ് പൊട്ടിച്ചെടുക്കാവുന്ന വലിയൊരു കരിമ്പാറ ഉണ്ടെന്ന് വിചാരിക്കുക. ഇയാളുടെ സ്വാതന്ത്ര്യമാണ് താൻ വില കൊടുത്തു വാങ്ങിയ ഈ ഭൂമിയിൽ നിന്നും ഇയാൾക്ക് ആവശ്യത്തിന് കല്ല് ഖനനം ചെയ്തെടുക്കുക എന്നുള്ളത്. പക്ഷെ ആ കല്ല് നിൽക്കുന്ന മലയുടെ താഴെ ഒരു 5-6 കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടെന്ന് കരുതുക. ഇയാൾക്ക് വേണമെങ്കിൽ വായിച്ചു നിൽക്കാം, ഞാൻ പണം കൊടുത്തു വാങ്ങിയ സ്ഥലമാണ്. പക്ഷെ ആ കല്ല് പൊട്ടിക്കുന്ന താഴെയുള്ള ആളുകളുടെ ജീവന് ഭീഷണിയാകുമ്പോൾ ഭരണകൂടം അവിടെ ഇടപെടുന്ന നമ്മൾ കാണുന്നുണ്ട്. ഈ വിഷയത്തിൽ പറയാവുന്നൊരു ചെറിയ ഉദാഹരണമാണ്. അപ്പൊ വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്നുള്ളത് സാമൂഹികമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നെങ്കിൽ ഇസ്ലാം അവിടെ ഇടപെടും. പക്ഷെ സാമൂഹിക പ്രതിബദ്ധത ഈ വിഷയത്തിൽ പരിഗണിക്കേണ്ടതില്ല. മറിച്ച് അയാളുടെ വ്യക്തിയുടെ സ്വാതന്ത്ര്യം എന്താണോ അതിൽ ഇടപെടാതെ സമ്പൂർണമായി തന്നെ ഹാം പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞിട്ടാണ് ഈ സംഗതിയെ ലിബറലിസം പരിചയപ്പെടുത്തുന്നത്. അടിസ്ഥാനപരമായി തന്നെ ഈ സിദ്ധാന്തം തെറ്റാണെന്ന് മനസ്സിലാകുന്നുണ്ടല്ലോ. അവിടെ വ്യക്തി സ്വാതന്ത്ര്യം എന്ന് മാത്രമല്ല, സമൂഹത്തിന്റെ സ്വാതന്ത്ര്യം എന്നുള്ള മാത്രമല്ല, ഒരാളുടെ സ്വാതന്ത്ര്യം മറ്റൊരു വ്യക്തിയുടെ തന്നെ ജീവനോ അല്ലെങ്കിൽ അയാളുടെ സാമൂഹിക ജീവിതത്തിനോ ധാർമ്മികതക്കോ എതിരാവുകയാണെങ്കിൽ പോലും അവിടെ ഇടപെടേണ്ടി വരും എന്നുള്ളതാണ്. ഇത് ഇവർ അവതരിപ്പിക്കുന്നത് സമത്വത്തിന്റെ ഒരു പേര് പറഞ്ഞിട്ടാണ്. സമത്വം എല്ലാവർക്കും, ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ, വലുത് ചെറുത് വ്യത്യാസമില്ലാതെ, സമൂഹത്തിലെ ഒരു ശ്രേണിക്കും മുൻതൂക്കം കൊടുക്കാതെ എല്ലാവരെയും ഒരേപോലെ കാണുന്ന ഒരു സമത്വം. ഈ സമത്വത്തെ കുറിച്ച് പറയുമ്പോൾ ഇസ്ലാം എന്നും സമത്വത്തിന്റെ കൂടെ നിൽക്കുന്ന ഒരു മതമാണ്. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്ന് തന്നെ ഇസ്ലാമിന്റെ സമത്വ ഭാവനയാണ്. അള്ളാഹു വിശുദ്ധ ഖുർആനിലെ ഞാൻ ആദ്യം ഓതി വെച്ചായത്, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ നാം സൃഷ്ടിച്ചത് ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. വജഅൽനാകും ശുഊബൻ വ ഖബായില, നിങ്ങളുടെ വിവിധ സമൂഹങ്ങളും വിവിധ ഗോത്രങ്ങളും വിവിധ വംശങ്ങളും ഒക്കെ ആക്കി മാറ്റിയത് ലിതആറഫു, നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്കൊരു അഡ്രസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. എവിടത്തുകാരനാണ്, ഏത് സ്ഥലത്ത് താമസിക്കുന്ന ആളാണ്, ഏത് ഫാമിലിയിൽപ്പെട്ട ആളാണ്, അഡ്രസ് പറയാൻ വേണ്ടി മാത്രമാണ് നിങ്ങളെ നാം വിവിധ കബീലകളും വിവിധ വിഭാഗങ്ങളും ഒക്കെ ആക്കി മാറ്റിയത്. അല്ലാതെ നിങ്ങൾ പരസ്പരം ഇന്ന ഗോത്രം വലുതാണ്, ഇന്ന ജാതി വലുതാണ്, ഇന്ന നാട്ടുകാരന് മറ്റു നാട്ടുകാരനേക്കാള് സ്ഥാനമുണ്ടെന്ന് പറയാൻ വേണ്ടിയല്ല. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ സ്ഥാനമുള്ളത്, അള്ളാഹുവിന്റെ അടുക്കൽ സ്ഥാനമുള്ളത് അത്ഖാക്കും, നിങ്ങളിൽ ആർക്കാണോ തഖ്വയുള്ളത്, ഭക്തി ആർക്കാണോ കൂടുതലുള്ളത്, ആർക്കാണോ അള്ളാഹുവിനെ കൂടുതൽ ഭയമുള്ളത്, ആർക്കാണോ അള്ളാഹുവിന്റെ സമക്ഷം കൂടുതൽ സ്ഥാനമുള്ളത്, അവന് മാത്രമേ മഹത്വം എന്നൊരു സംഗതി പറയാനുള്ളത്. അല്ലാതെ സൃഷ്ടി രീതി നോക്കിയിട്ട്, മനുഷ്യൻ ഏത് കുലത്തിൽ ജനിച്ചു എന്ന് നോക്കിയിട്ട്, ഏത് കുടുംബത്തിൽ ജനിച്ചു എന്ന് വിലയിരുത്തിയിട്ടൊന്നും ആർക്കും മഹത്വത്തെ കുറിച്ച് പറയാനില്ല എന്ന് പറഞ്ഞിട്ട് വിശുദ്ധ ഖുർആൻ സമത്വത്തിന്റെ ഏറ്റവും മനോഹരമായൊരു ചിത്രം നമ്മളുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നുണ്ട്. ഇസ്ലാമിന്റെ ഈ സമത്വത്തെ സംബന്ധിച്ച് ലോകത്തുള്ള പല ആളുകളും അത് അവരുടേതായ വാക്കുകളിൽ പുകഴ്ത്തി പറയുന്നതായി കാണാൻ കഴിയും. ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോ
കേരളത്തിലൊക്കെ നമ്മള് ഈ പണ്ഡിറ്റ് കറുപ്പൻ അരയ വംശത്തിന്റെ നേതാവും അതിന്റെ സ്ഥാപകനും അരയ വംശോദ്ധാരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകനും കവിയുമൊക്കെ ആയിരുന്ന കറുപ്പന്റെ ഒരു ഉദാഹരണം പറഞ്ഞു വെക്കുന്നുണ്ട്. അദ്ദേഹത്തെ കൊച്ചി കൊട്ടാരത്തിൽ നടന്നൊരു വിരുന്നില് ഇസ്ലാം സ്വീകരിച്ച അന്ന് ആ ഒരു സമയത്ത് ഇസ്ലാം സ്വീകരിച്ച പുലയ സമുദായക്കാരനായിരുന്ന ഒരാളെ ക്ഷണിച്ചു. പക്ഷെ കറുപ്പനെ ക്ഷണിച്ചില്ല. കറുപ്പൻ അരയ വംശക്കാരനാണ്, അയാള് താഴ്ന്ന ജാതിക്കാരനാണ്. അപ്പൊ ഈ താഴ്ന്ന ജാതിക്കാരനായിട്ടും തന്നെ നാട്ടില് പ്രസിദ്ധി ഉണ്ടായിരുന്ന കവിയായിരുന്നിട്ട് കൂടി തന്നെ വിളിക്കാതെ അതുവരെയും പുലയ വംശത്തിൽപ്പെട്ട ഒരു മറ്റൊരാൾ അയാൾ ഇസ്ലാമിലേക്ക് വന്നപ്പോഴത്തേക്ക് രാജാവ് ഇയാളെ സദ്യക്ക് വിളിച്ചു, പക്ഷെ കറുപ്പന് വിളിച്ചില്ല. അപ്പൊ കറുപ്പൻ ഈ സംഭവത്തെ കുറിച്ചിട്ടൊരു കവിത അപ്പോഴത്തേക്ക് എഴുതുന്നുണ്ട്. ഇവനൊരു പുലയനല്ലേ, അള്ളാ മതം നാളെ സ്വീകരിച്ചാൽ ഇല്ലാ തടസ്സം ഇല്ലില്ല ഇടവും പോകാം, ഇല്ലത്തും പോയിടാം യോഗപ്പെണ്ണെ, നോക്ക് സുന്നത്തിൻ മഹാത്മ്യം ജ്ഞാനപ്പെണ്ണെ. സുന്നത്ത് എന്ന് പറഞ്ഞത് സുന്നത്ത് ചേലാകർമ്മം ചെയ്യുന്നതിനെ കുറിച്ചിട്ട് പറയുന്നതാണ്. അപ്പൊ ചേലാകർമ്മം ചെയ്ത് പണ്ടത്തെ രീതി അനുസരിച്ച് ചേലാകർമ്മം ചെയ്ത് തല മുട്ടയടിച്ച് പൊന്നാനി പോയി തിരിച്ചു വന്ന് മുസ്ലിമാക്കുക എന്നുള്ള ആ ഒരു പ്രക്രിയ ഇയാൾ നിർവഹിച്ചപ്പോഴത്തേക്ക് നോക്കതിന്റെ മഹാത്മ്യം. പിന്നെ അവിടെ ഏത് ഇല്ലത്തും അയാൾക്ക് പോവാം. അയാൾ ഇന്നലെ പുലയനായിരുന്നോ പറയാനായിരുന്നോ എന്നുള്ള സംഗതിയൊന്നുമില്ല. ഇസ്ലാമിലേക്ക് വരുമ്പോഴത്തേക്ക് പിന്നെ ജാതി അവിടെ മാറി നിൽക്കുന്ന ഇസ്ലാമിന്റെ സമത്വത്തിന്റെ ആ മനോഹരമായ ചിത്രം പണ്ഡിറ്റ് കറുപ്പൻ നമ്മളോട് പറയുന്നുണ്ട്. അപ്പൊ ഇത് ലോകത്തോട് നമുക്ക് പറയാനുള്ള ഒരു സംഗതി ഇതാണ്. ലോകത്തെ ഏറ്റവും വലിയ സമത്വത്തെ സംബന്ധിച്ച് പറഞ്ഞു വെച്ചത് ഇസ്ലാമാണ്. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, ഇസ്ലാം വെറും ഒരു സമത്വത്തെ അല്ല പ്രോത്സാഹിപ്പിക്കുന്നത്, നീതിയിൽ അധിഷ്ഠിതമായ സമത്വത്തെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. നീതിയിൽ അധിഷ്ഠിതമായ സമത്വം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെയൊക്കെ നാട്ടിൽ സംവരണം നൽകാറുണ്ട്. സാമൂഹികമായിട്ട് താഴ്ന്ന ശ്രേണിയിൽ കിടക്കുന്ന ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോ ലോക്കൽ ബോഡിയിലേക്ക് ഇലക്ഷൻ നടക്കുമ്പോൾ 50% സംവരണമാണ് സ്ത്രീകൾക്ക് കൊടുത്തിരിക്കുന്നത്. സ്ത്രീകളല്ലാതെ ഉയർന്നു വരില്ല. അപ്പൊ അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് 50% സംവരണം ചെയ്തു വെച്ചിരിക്കുകയാണ്. സാമൂഹികമായി താഴെ കിടക്കുന്ന ആളുകളെ വളർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഗവൺമെന്റ് തന്നെ ഭരണഘടനാ സംവിധാനത്തിൽ തന്നെ സംവരണം വെച്ചിട്ടുണ്ട്. അപ്പൊ സംവരണം ശരിക്കും പറഞ്ഞാൽ സമത്വത്തിനെതിരാണല്ലോ. പക്ഷെ നീതി അതാണ്, ഈ ആളുകളെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടി ഇവർക്ക് കുറച്ച് വളർച്ച കൊടുക്കുക, അവരെ കുറിച്ച് കയറ്റി വെച്ച് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് പരിഹാരം. അപ്പൊ സാമൂഹികമായി സമൂഹത്തിന്റെ ശരിയായ ഒരു നിലയെപ്പറ്റി ചിന്തിക്കുന്ന ഒരാൾക്ക് വെറും ഒരു സമത്വമല്ല, മറിച്ച് സമത്വം നീതിയിൽ അധിഷ്ഠിതമാകണം എന്നൊരു കാഴ്ചപ്പാടാണ് ശരിയെന്ന് മനസ്സിലാകും. പക്ഷെ ഇവിടെ ലിബറലിസത്തിന്റെ കാഴ്ചപ്പാട് അങ്ങനെയൊന്നുമില്ല. ആരാണോ കഴിവുള്ള പൊങ്ങി വരട്ടെ എന്നുള്ളതാണ്. അപ്പൊ ഈ കഴിവെന്ന് പറഞ്ഞാൽ പലപ്പോഴും കുറെ വർഷങ്ങൾ കൊണ്ട് നേടിയെടുത്ത സമ്പത്തിന്റെ പിൻബലം കൊണ്ട്, സാമൂഹിക സ്ഥാനത്തിന്റെ പിൻബലം കൊണ്ട് കുറെ ആൾക്കാർ എന്നും മുകളിലേക്ക് ഉയർന്നു പോയിക്കൊണ്ടിരിക്കും. ബാക്കിയുള്ള ആളുകളായിട്ട് അവർ താഴെത്തട്ടിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഇസ്ലാം ഉദ്ദേശിക്കുന്ന സമത്വം എന്നുള്ള ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, നീതി എവിടെയാണോ നീതിയുടേതായ ഒരു സമത്വമാണ്. സമ്പത്ത് അനന്തര സ്വത്ത് വീതം വെക്കുമ്പോഴത്തേക്കും ലിബറലിസം തലക്ക് പിടിച്ച ആൾക്കാർ പറയാറുണ്ട്, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെ ചെയ്തു തുടങ്ങിയിരിക്കുകയാണ്, ആണിനും പെണ്ണിനും ഒരേ നിലക്ക് സ്വത്ത് വിധിക്കുക. അതല്ലേ അതിന്റെ ശരിയെന്ന ചോദ്യം. അപ്പൊ എന്താ അള്ളാഹ്ക്ക് അറിയില്ല ഈ സംഗതി? ആണും പെണ്ണും ഒരുപോലെയാണ് എന്ന് പറഞ്ഞ പടച്ചവൻ തന്നെയാണല്ലോ സമ്പത്ത് അനന്തര സ്വത്ത് വീതം വെക്കുമ്പോഴത്തേക്കും ആണിനും പെണ്ണിനും ഒരേപോലെ അല്ല കൊടുക്കേണ്ടെന്ന്, അതിന്റെ വ്യത്യാസത്തിന് അനുസരിച്ച് വേണം കൊടുക്കാനെന്ന് പറഞ്ഞത്. അപ്പൊ ഇസ്ലാമിന്റെ ഈ ഒരു സംവിധാനത്തെ കുറിച്ച് പഠിക്കുമ്പോഴത്തേക്കും അത് വെറും ഒരു സമത്വമല്ല ഇസ്ലാം പറയുന്നത്, മറിച്ച് അത് നീതിയിൽ അധിഷ്ഠിതമായ സമത്വത്തെക്കുറിച്ചാണ്. ലിബറലിസത്തിന് നീതിയെക്കുറിച്ചുള്ള താല്പര്യമില്ല, മറിച്ച് അവർ അവരുടേതായ നിലക്ക് അവർക്ക് ശരിയെന്ന് തോന്നുന്ന ചില സിദ്ധാന്തങ്ങളുടെ പിന്നാലെയാണ് അവർ പോവുക. ഈ സിദ്ധാന്തത്തിന് അവർ പറയുന്ന പേര് സന്തോഷ സിദ്ധാന്തം എന്നാണ്. സന്തോഷ സിദ്ധാന്തം അല്ലെങ്കിൽ സുഖ സിദ്ധാന്തം എന്നാണ്. ഇതിന്റെ മറ്റു രീതി വെച്ച് കഴിഞ്ഞാല്, ഒരാളുടെ പ്രവൃത്തി കൊണ്ട് അയാൾക്ക് സന്തോഷം ഉണ്ടാവുമെങ്കിൽ, അയാൾക്കത് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ആ നിലക്ക് പറഞ്ഞു വരുമ്പോഴത്തേക്കും ബലാത്സംഗം ചെയ്യുന്നതിന് സുഖമാണ്, പക്ഷെ അനുഭവിക്കുന്ന ആൾക്ക് പ്രയാസമാണ്. അപ്പൊ മറ്റൊരാളുടെ ദുഃഖം അവിടെ പ്രശ്നമല്ല എന്ന്. ഇതൊക്കെ ഈ ഒരു സംവിധാനത്തിലുള്ള ഈ ലിബറലിസത്തിലുള്ള വ്യത്യസ്ത കാഴ്ചപ്പാടുകളാണ്. ഇതൊക്കെ സാമൂഹികമായി തന്നെ ഇതിന്റെ പിന്നാലെ നടക്കുന്ന ആളുകളോട് ഇത് പറയുമ്പോഴത്തേക്കും അവര് പറയൊക്കെ ഞങ്ങളതൊന്നും അംഗീകരിക്കുന്നില്ല എന്നാവും. പക്ഷെ അവർ തൽക്കാലം അംഗീകരിക്കുന്നില്ല എങ്കിലും അവരുടെ മനസ്സതിന്റെ കൂടെയാണ്. കാരണം അത്തരത്തിലുള്ള ഒരു ലോകം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇവര് പ്രവർത്തിക്കുന്നത്. പക്ഷെ ഇസ്ലാം ഈ വിഷയത്തിൽ കൃത്യമായി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇവിടെ ചില വിലക്കുകളുണ്ട്. തന്റെ സ്വാതന്ത്ര്യവും തന്റെ സുഖവും തന്റെ സന്തോഷവും നോക്കുമ്പോൾ മറ്റുള്ളവർക്ക് അത് മുഖേന ഉണ്ടാകാവുന്ന പ്രയാസങ്ങളെ പരിഗണിച്ചിട്ട് ചില വിലക്കുകൾ ഇസ്ലാമിൽ നൽകിയിട്ടുണ്ട്. ഈ വിലക്കുകളുടെ ഉള്ളിൽ നിന്ന് വേണം
മനുഷ്യൻ ജീവിക്കാൻ. വിലക്കുകൾ എന്നുള്ളത് സാമൂഹികമായി ഉണ്ടാകേണ്ടുന്ന വിലക്കുകൾ, അത് താൻ തീരുമാനിക്കുന്ന വിലക്കുകളല്ല, മറിച്ച് മനുഷ്യനെ പടച്ച അള്ളാഹുവാണ് ആ വിലക്കുകൾ ഉണ്ടാക്കേണ്ടതെന്നാണ്. കാരണം ലോകത്ത് പലതരത്തിലുള്ള നടപടികളും ഭരണക്രമങ്ങളും സംവിധാനങ്ങളും ഇസങ്ങളും സംഘടനകളും സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇവിടെയൊക്കെ ഓരോ ആളുകളും നിയമങ്ങൾ നിർമ്മിക്കാൻ നിൽക്കുമ്പോഴത്തേക്കും, ഉദാഹരണത്തിന് മുതലാളി ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ ആ മുതലാളി എന്നും തന്റെ ഗുണത്തിന് വേണ്ടിയുള്ള നിയമമാണ് ഉണ്ടാകുക. തൊഴിലാളിയുടെ താല്പര്യങ്ങളും പരിഗണിക്കില്ല. തൊഴിലാളിയാണ് നിയമം ഉണ്ടാക്കുന്നതെങ്കിലും അവിടെ തൊഴിലാളിയുടെ മാത്രം താല്പര്യമാണ് പരിഗണിക്കുക, മുതലാളിയുടെ താല്പര്യം പരിഗണിക്കില്ല. അപ്പൊ മനുഷ്യൻ സ്വന്തമായി നിയമം ഉണ്ടാക്കാൻ നിന്നു കഴിഞ്ഞാൽ ആരാണോ ആ നിയമം ഉണ്ടാക്കുന്ന ആ നിയമത്തിൽ അയാൾ തനിക്കുള്ള പഴുതുകൾ അവശേഷിപ്പിച്ചിട്ടില്ല. തനിക്കുള്ള പഴുതുകൾ അവശേഷിപ്പിച്ചുണ്ടാക്കുന്ന നിയമം തീർച്ചയായും സമൂഹത്തിലെ മറ്റൊരു ഭാഗത്തിന് അത് ദുരന്തമായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇവിടെയാണ് ദൈവിക നിയമത്തിന്റെ പ്രസക്തി. അള്ളാഹു എന്നുള്ളത് മനുഷ്യവർഗത്തിൽപ്പെടാത്ത സാധനമാണല്ലോ, മനുഷ്യന്റെ സൃഷ്ടാവാണല്ലോ. അതുകൊണ്ട് കൃത്യമായി അള്ളാഹുവിന്റെ നിയമത്തില് ആർക്കും പ്രയാസങ്ങളില്ലാതെ എല്ലാവർക്കും സമത്വവും നീതിയും സംവിധാനം ചെയ്യുന്ന ഒരു നിയമമാണ് അള്ളാഹു നമുക്ക് നൽകുന്നത്. ഈ നിയമത്തിനാണ് ഇസ്ലാമിക സാങ്കേതിക ഭാഷയിൽ ഹലാല് ഹറാം എന്നൊക്കെ പറയുന്നത്. ഈ ഹലാല് ഹറാമിനെ കുറിച്ച് അള്ളാഹു പറയുന്നു, ഹറാമ് ഹലാല് തീരുമാനിക്കേണ്ടത് നിങ്ങൾ കൊണ്ടുവരുന്ന ഏതെങ്കിലും ഇസം ഉണ്ടാക്കി വെച്ച ആ നിലക്കല്ല ഹറാമ് ഹലാല് തീരുമാനിക്കേണ്ടത്, മറിച്ച് ഹറാമ് ഹലാല് തീരുമാനിക്കേണ്ടവൻ അള്ളാഹുവാണ്. വലാ തഖൂലു ലിമാ തസിഫു അൽസിനതുകുമുൽ കദിബ ഹാദാ ഹലാലുൻ വഹാദാ ഹറാമുൻ ലിതഫ്തറു അലല്ലാഹിൽ കദിബ ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ. നിങ്ങൾ ഒരിക്കലും പറയരുത് ലിമാ തസിഫു അൽസിനതുകും, നിങ്ങളുടെ നാവിന് നല്ലതായി തോന്നുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഓരോരോ കളവ് ഇങ്ങനെ പറഞ്ഞിട്ട് ഇത് ഹലാലാണ് ഇത് ഹറാമാണ്, എന്റെ വീക്ഷണത്തിൽ ഇത് ഹലാലാണ്, എന്റെ വീക്ഷണത്തിൽ ഇത് ഹറാമാണ്, എന്റെ വീക്ഷണത്തിൽ ഇതാണ് ശരി, എന്റെ വീക്ഷണത്തിൽ ഇത് തെറ്റാണ്, കൺസെന്റ് ഉണ്ടെങ്കിൽ ആകാന്നുള്ളതാണ് എന്റെ വീക്ഷണം, അതുകൊണ്ട് അതാണ് ശരി, ഇങ്ങനെയുള്ള വിധികൾ നിങ്ങൾ പറയാൻ നിൽക്കല്ലേ. നിങ്ങളല്ല ഹലാല് ഹറാമ് തീരുമാനിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ഹറാമ് ഹലാല് തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിലൂടെ ചെയ്യുന്നത് നിങ്ങൾ അള്ളാഹുവിന്റെ മേൽ അപരാധം പറയുക എന്നുള്ള ഒരു വലിയ തെറ്റാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇന്നല്ലദീന യഫ്തറൂന അലല്ലാഹിൽ കദിബ ലാ യുഫ്ലിഹൂൻ. അള്ളാഹുവിന്റെ മേൽ അപരാധം പറയുന്നവൻ, കളവ് പറയുന്നവൻ ഒരിക്കലും ജയിക്കുകയില്ല. ലാ യുഫ്ലിഹൂൻ, ജയിക്കുകയില്ല. അള്ളാഹുവിന്റെ ഈ പ്രയോഗം ലാ യുഫ്ലിഹൂൻ എന്നുള്ള പ്രയോഗം ലോക ചരിത്രവും കൂടെ കൂട്ടിവെച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു പ്രയോഗമാണ്. ലോകത്ത് ഇസ്ലാം അല്ലാത്ത പല പ്രത്യയ ശാസ്ത്രങ്ങളും വന്നു പോയിട്ടുണ്ട്. ഈ പ്രത്യയ ശാസ്ത്രങ്ങളൊക്കെ അത് കമ്മ്യൂണിസം ആയാലും മാർക്സിസം ആയാലും ലിബറലിസം ആയാലും ലെനിനിസം ആയാലും വേറെ എന്ത് ഇസമായിക്കോട്ടെ, ഈ ഇസങ്ങളൊക്കെ നൂറ്റാണ്ടുകൾ തികയുന്നതിന് മുമ്പ് തകർന്നടിഞ്ഞത് നമ്മൾ കാണുകയാണ്. ഇന്നും ചില സ്ഥലങ്ങളിൽ ഇത് ബാക്കിയുണ്ടാവും. അത് തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അതുവരെ ഉണ്ടായിരുന്ന അവരുടെ നയനിലപാടുകൾ പൊളിച്ചെഴുത്തി പുതിയ നയനിലപാടുകൾ ആവിഷ്കരിച്ചിട്ട് ആ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിലോ അല്ലെങ്കിൽ പുതിയ കുപ്പിയിൽ പഴയ സാധനമോ എന്തോ എന്നുള്ള നിലക്ക് അതിന്റെ വേറെ ചില രൂപങ്ങളാണ് ഇന്ന് ലോകത്ത് നിലവിലുള്ളത്. തനതായ രൂപത്തിൽ ഈ ഇസങ്ങളൊന്നും ഇല്ല. കാരണം ഈ ഇസങ്ങൾക്ക് ഒരിക്കലും നിലനിൽക്കാനോ ജയിക്കാനോ കഴിയുകയില്ല. മനുഷ്യൻ കൊണ്ടുവരുന്ന ഒരു നിയമവും മനുഷ്യന് വേണ്ടി എഴുതി വെക്കുന്ന ഒരു നിയമവും ആ നിയമം ജയിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞത് വിശുദ്ധ ഖുർആനാണ്. ലാ യുഫ്ലിഹൂൻ, അതാണ് ശരി. ലോകത്ത് ആത്യന്തികമായി അവശേഷിക്കാൻ പോകുന്നത് അത് ഇസ്ലാം മാത്രമായിരിക്കും. വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ, അവസാന വിജയം മുത്തഖികൾക്ക് മാത്രമായിരിക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ وصلى اللهم وسلم على محمد وآله وصحبه أجمعين يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക. ജീവിതത്തിന്റെ സകല ഇടങ്ങളിലും തഖ്വ മുറുകെ പിടിച്ച് ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളിലും മുഖ്ലിസുകളും ഉൾപ്പെടുത്തി നാം അനുഗ്രഹിക്കുമാറാണ്. സ്വന്തം ഇച്ഛയെ പിൻപറ്റി ജീവിക്കുന്നവനെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്റെ ശരി, അതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ എന്റെ ജീവിതത്തെ കൊണ്ടുപോകും എന്ന് വാദിക്കുന്ന വാദം, അതാണല്ലോ സ്വന്തം ഇച്ഛ. ഈ സ്വന്തം ഇച്ഛയെ പിൻപറ്റി ജീവിക്കുന്നവരെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നത് അവൻ അവന്റെ ഇച്ഛയെ ദൈവമാക്കി എന്നാണ്. എന്റെ താല്പര്യം അനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നെങ്കിൽ അതിന്റെ അർത്ഥം എന്റെ താല്പര്യം എന്റെ ദൈവം എന്നാണ്. അപ്പൊ എന്റെ താല്പര്യം എന്റെ ദൈവമാണെങ്കിൽ ഖുർആന്റെ ചോദ്യം ഇതാണ് സൂറത്തുൽ ജാസിയയിൽ, ഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാ, നബിയെ
ഒരുത്തനെ കാണുന്നില്ലേ, അവൻ അവന്റെ ഇച്ഛയാണ് അവന്റെ ദൈവമാക്കിയിരിക്കുന്നത്. ദൈവത്തെയാണല്ലോ പിൻപറ്റേണ്ടത്, ദൈവത്തിന്റെ കൽപ്പനകളാണല്ലോ അനുസരിക്കേണ്ടത്. ഹലാലുകള് ദൈവം പറഞ്ഞതനുസരിച്ചിട്ടാണ് മനുഷ്യൻ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നത്. അപ്പൊ ഇച്ഛയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയെങ്കിൽ അതിന്റെ അർത്ഥം അവൻ ഇച്ഛയെ ദൈവമാക്കി എന്നുള്ളതാണ്. അള്ളാഹു അവനെ വഴിപിഴച്ചിപ്പിച്ചിരിക്കുന്നു. സ്വന്തം ഇച്ഛയെ ദൈവമാക്കി കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നവനെ പറ്റി ഖുർആൻ പറയുന്നത് അവൻ വഴികേടിലാണ്. അവൻ വഴികേടിലാണെന്ന് മാത്രമല്ല, പടച്ച തമ്പുരാൻ അവന്റെ ചെവിക്കും അവന്റെ കൽബിനും മനസ്സിനും സീല് വെച്ചിരിക്കുന്നു. സത്യം മനസ്സിലാക്കാനുള്ള ഒരു ഭാഗ്യം പോലും എനിക്കുണ്ടാവില്ല എന്നർത്ഥം. കാരണം സമ്പൂർണ്ണമായി അവൻ അവന്റെ ശരീരത്തിൽ മാത്രം അധിഷ്ഠിതമായ ജീവിതത്തിൽ കൊണ്ടുപോകുന്നവരാണ്. അവന്റെ മുമ്പിൽ നേരായൊരു കാര്യം സമർപ്പിക്കപ്പെട്ടാൽ പോലും അത് മനസ്സിലാക്കാനുള്ള കഴിവ് പോലും അവനിക്കില്ലാതെയായി പോകും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഹിദായത്ത് പോലും കിട്ടാൻ പോകുന്നില്ല. അവർ അവരുടെ ഇസത്തിൽ തന്നെ അവരുടെ നേതാക്കന്മാർ നൽകുന്ന കുറിപ്പടികൾക്കൊത്ത് ജീവിതത്തിൽ ചിട്ടപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിൽ മാത്രം ഇവരായി പോകും. അതുകൊണ്ട് സത്യവിശ്വാസികളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ നിയമത്തിനനുസരിച്ച്, ഇസ്ലാമിനനുസരിച്ച് ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ള. ഇസ്ലാം ഒരിക്കലും ജീവിതത്തിന്റെ അലങ്കാരങ്ങളെ ഇല്ലാതാക്കുന്ന മതമല്ല. ലിബറലിസത്തിന്റെ പിന്നാലെ മാത്രം പോയാൽ മാത്രമാണ് നിങ്ങൾക്ക് ജീവിതത്തെ ആസ്വദിക്കാൻ കഴിയുമെന്നുള്ള ചിന്തയൊക്കെ തെറ്റാണ്. ഇസ്ലാം ജീവിതത്തിന്റെ അലങ്കാരങ്ങളെ ആസ്വദിക്കാനായി നൽകിയ മതമാണ്. അത് ആവോളം ആസ്വദിക്കുക എന്നുള്ളത് മാത്രമല്ല, അതിന് അള്ളാഹു നിശ്ചയിക്കുന്ന അതിരടയാളങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ട് അത് ലംഘിക്കാതെ അതിനെ ആസ്വദിക്കുക എന്നുള്ളത് അള്ളാഹു നമുക്ക് നൽകുന്ന നിർദ്ദേശമാണ്, ഇസ്ലാമിന്റെ അധ്യാപനമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നുണ്ട്, അള്ളാഹു ജമീൽ, അള്ളാഹു സുന്ദരനാണ്. വഹു യുഹിബ്ബുൽ ജമാൽ, അള്ളാഹുവിന് സൗന്ദര്യം ഇഷ്ടമാണ്. മനുഷ്യന്റെ മതങ്ങളെ കുറിച്ച് പരിശോധിക്കുമ്പോഴത്തേക്കും വിവാഹ ജീവിതം വേണ്ട എന്ന് പറഞ്ഞ് സമ്പൂർണ്ണമായി വിവാഹ ജീവിതത്തിൽ നിന്നും ആളുകളെ അകറ്റി നിർത്തുന്ന മതങ്ങളുണ്ട്. പക്ഷെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടതല്ല. നിങ്ങൾ ആ ഒരു സുഖവും അനുഭവിച്ചു കൊള്ളണം, പക്ഷെ വേലി ചാടുകയല്ല വേണ്ടത്. അതിന് വിവാഹം എന്നൊരു സംഗതി ഇസ്ലാം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ള വിവാഹത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത് അത് പ്രവാചകന്റെ സുന്നത്ത് എന്നാണ്, ചര്യ എന്നാണ് പറഞ്ഞത്. വിവാഹ ജീവിതത്തിൽ ഏർപ്പെടുന്നതോടുകൂടി ഒരാളയാളുടെ ശാരീരികമായ കാമനകൾക്ക് തൃപ്തി പകരുക എന്നുള്ളത് മാത്രമല്ല ചെയ്യുന്നത്, മറിച്ചൊരു പ്രവാചക സുന്നത്ത് ജീവിതത്തിൽ ഹയാത്താക്കുകയും കൂടി ചെയ്യുന്നു എന്നൊരു വലിയ സംഗതി നന്മയായിട്ട്, ആരാധനയായിട്ട് തന്നെ പറയുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബികളോട് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയെ സമീപിക്കുന്നതിൽ പോലും നിങ്ങൾക്ക് പുണ്യമുണ്ടെന്ന്. അപ്പൊ സഹാബികൾ ചോദിച്ചു, റസൂലേ അതിലും പുണ്യോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു ചോദിച്ചത്, അത് നിങ്ങൾ ഹറാമായ വഴിക്കാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്കത് ശിക്ഷയുണ്ടാവില്ലേ? അതേ പ്രവാചകൻ, എങ്കിൽ നിങ്ങളത് ഹറാമായ വഴിക്ക് ചെയ്യാതെ അള്ളാഹു നിങ്ങൾക്ക് ഹലാലായ വഴിക്ക് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളെ പൂർത്തീകരിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ആ വിഷയത്തിൽ നന്മയാണുള്ളത്. അപ്പൊ നന്മകളെ ഇസ്ലാം എതിർക്കുന്ന മതമല്ല, അലങ്കാരങ്ങളെയും മനുഷ്യന്റെ ശാരീരികമായ ആവശ്യങ്ങളെയും എതിർക്കുന്ന മതമല്ല ഇസ്ലാം. പരസ്യമായ അല്ലെങ്കിൽ രഹസ്യവും പരസ്യവുമായ മ്ലേച്ഛവൃത്തികളെ മാത്രമാണ് ഇസ്ലാം എതിർക്കുന്നത്. കുറ്റകൃത്യങ്ങളെ മാത്രമാണ് ഇസ്ലാം എതിർക്കുന്നത്. കുറ്റകൃത്യം അല്ലാത്തതോ മ്ലേച്ഛ പ്രവർത്തനങ്ങൾ അല്ലാത്തതോ ആയ ഒന്നും ഇസ്ലാമിന്റെ പരിധിയിൽ, ഹറാം എന്ന പരിധിയിൽ വരുന്നില്ല. ഹറാമുകളെ കുറിച്ച് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കിട്ടും, ഹറാമിന്റെ അളവ് വളരെ കുറവാണ്. ഹലാലുകളാണ് ജീവിതത്തിൽ കൂടുതൽ, ഹറാമ് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഈ ഹറാമുകളെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി അള്ളാഹു നിർദ്ദേശിച്ച ഹലാലുകൾക്കൊത്ത് ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് രണ്ട് സംഗതി കിട്ടും. ഭൗതികമായി നമുക്ക് വളരാൻ കഴിയും, പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അള്ളാഹു മുത്തഖികൾക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിൽ അതുകൊണ്ട് നമുക്ക് എത്തിച്ചേരാൻ കഴിയും. കരുണാവാരിധിയായ നാഥൻ ആ ഒരു നിലക്ക് അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ ജീവിതത്തിൽ സ്വീകരിച്ച് തഖ്വയോടുകൂടി നിലകൊള്ളാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സമ്പൂർണ്ണമായി ഇസ്ലാമിനെ സമർപ്പിക്കാൻ, ഇസ്ലാമിനൊത്ത് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സമ്പൂർണ്ണ മുസ്ലിങ്ങളായി അള്ളാഹു നമ്മളെ തീർക്കുമാറാകട്ടെ. കരുണാവാരിധിയായ നാഥ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ വന്ന എല്ലാ പാപങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ അല്ലാഹുവേ. ശേഷിക്കുന്ന ജീവിതം നിന്റെ തൃപ്തിയിൽ കഴിഞ്ഞുകൂടാനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ അല്ലാഹുവേ. നാഥ, നിന്റെ ഇഷ്ടത്തിനൊത്ത് ജീവിച്ച് നിന്റെ കലിമ പറഞ്ഞ് നിന്നിലേക്ക് വരാൻ, അങ്ങനെ മുത്തഖികളോടൊപ്പം മുഖ്ലിസുകളോടൊപ്പം സ്വർഗത്തിൽ എത്തിപ്പെടാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ നാഥ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصل اللهم وسلم على محمد وآله وصحبه أجمعين والحمد لله رب العالمين. قم الصلاة.